നമ്മളൊരു പുതിയ വീട്ടിലോട്ടൊക്കെ താമസമാകുമ്പോൾ നമുക്ക് കുറേ പ്ലാന്റ്സൊക്കെ വാങ്ങി നടണം എന്നൊക്കെയുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടാകും കേട്ടോ. അപ്പോൾ നഴ്സറിലോട്ട് ചെന്നിട്ട് കാണുന്നതൊക്കെ അങ്ങ് വാങ്ങിക്കാൻ തോന്നും. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അതിൽ പറ്റിയ അബദ്ധമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ഏകദേശം 10,000 രൂപയോളം കൊടുത്ത് കുറേ മാത്രം പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചാമ്പ കണ്ടപ്പോൾ നല്ല വെറൈറ്റി കളറിൽ നമ്മളെ നാടൻ ചാമ്പയേക്കാളും കുറച്ച് വലിപ്പത്തിലും കുറച്ച് കളർ വ്യത്യാസത്തിലും ഒക്കെ നിൽക്കുന്നു. ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയപ്പോൾ വലിയ പ്രശ്നം തോന്നിയില്ല. അപ്പോൾ മഴ ആയതുകൊണ്ടാണെന്നൊക്കെ അവർ പറയുണ്ടായി. അപ്പോൾ അല്ലാത്ത സമയത്ത് നല്ല മധുരം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 തൈ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് റെഡ്, പിന്നെ ഒരു ഗ്രീൻ വാങ്ങി, പിന്നെ ഒരു വൈറ്റ്, പിന്നെ വേറെ റെഡിൽ 2 ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വാങ്ങിക്കൊണ്ട് നട്ടു. പക്ഷേ ഇത് ഒരുപാട് ഇങ്ങനെ കായ്ച്ച് കൂട്ടുന്നുണ്ട്. പക്ഷേ ഇതിന് വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒരുപാട് കായ്ക്കുന്നുണ്ട്. ആർക്കും വലുതായിട്ട് ഇഷ്ടപ്പെടുന്നുമില്ല. ഈ ഒരു ചാമ്പയെന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് ഏരിയ വേണം. നമ്മൾ ഈ ഒരു മാംഗോസിനൊക്കെ നിൽക്കുന്ന പോലെ കുറേ ഏരിയ വേണം താനും. ഇതിൽ ഒരുപാട് വളമൊക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ 3-4 കൊല്ലമായിട്ട് വളർത്തിയെടുത്തു. പക്ഷേ ഇതിൻ്റെ കാ വന്നപ്പോൾ ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുമില്ല. അപ്പോൾ ഇനി എന്തായാലും ഒരെണ്ണം ഓൾറെഡി മുറിച്ച് കളഞ്ഞു. ഇനിയും 3 കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നോക്കി എല്ലാവരും ജസ്റ്റ് ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്ന് നോക്കി വാങ്ങിച്ച് നടുന്നതാണ് നല്ലത് കേട്ടോ. പ്രത്യേകിച്ച് ഏരിയ കുറവുള്ളവർ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നട്ടിട്ട് വെറുതെ പിന്നെ നമ്മൾ 2-3 കൊല്ലം നോക്കി വളർത്തിയിട്ട് അവസാനം വെറുതെ മുറിച്ച് കളയേണ്ടി വരുമ്പോൾ അതൊരു വല്ലാത്തൊരു വിഷമമാവും. ഇതിൻ്റെ സ്ഥാനത്ത് വല്ല റംബുട്ടാനോ വേറെ പേരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വെച്ചിരുന്നെങ്കിൽ ഉപയോഗപ്പെട്ടതിന് മക്കൾക്കൊക്കെ ഇഷ്ടമാണ്.